ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ഫ്രഷ് ആറ്റുമീൻ തോരൻ വെക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് 1 കിലോ ആറ്റുമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ മീനൊക്കെ നന്നായി വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദായോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഇട്ട് മീനൊക്കെ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പൊക്കെ പോയി നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നോക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ചേരുവകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ മാറ്റാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയും കാന്താരി മുളകും നമ്മുടെ ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഉലുവായും എല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാനായിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഈ അരപ്പ് മാറ്റാം. ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലോട്ട് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ആദ്യം എടുത്ത് വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലോട്ടൊരു 4 കഷ്ണം കുടംപുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഉപ്പും കുടംപുളിയും തേങ്ങയും എല്ലാം മീനും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മീൻ വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇനി നമ്മുടെ മീൻ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ച് ചട്ടി വെക്കാം. നമുക്കതൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. അല്പം കൂടെ വെള്ളമൊക്കെ പറ്റാനുണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്കതും കൂടെ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്പം നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട്. എന്നാലും അല്പം വെള്ളമയത്തോടു കൂടി എടുക്കുന്നതാണ് എപ്പോഴും മീൻ തോരന് ടേസ്റ്റ്.
നമുക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടെ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, മീനൊന്നും പൊടിഞ്ഞു പോകാതെ. നല്ല ടേസ്റ്റുള്ളൊരു മീൻ തോരനാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.